This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. KPCCയുടെ ആഹ്വാനപ്രകാരം ഇന്ധന വില വർധനവിനെതിരെ വയക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ടുചാലിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. രവി പൊന്നംവയൽ, M. ഉമ്മർ, മഹേഷ് കുന്നുമ്മൽ, KP തങ്കമണി, റസിയ BV, രേഷ്മ V. രാജു, P. രാമചന്ദ്രൻ, രാജീവൻ, AKV സുധീർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. വാണം പോലെ കുതിക്കുമ്പോൾ അയ്യം കെട്ടി നോക്കിയിരിക്കും. ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, നാണമുണ്ടോ ഉളുപ്പുണ്ടോ? പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും രാജ്യമെമ്പാടും ഇന്ധനവില വർധനവ് നടപ്പിലായി എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ രീതിയിലെ പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ യോഗങ്ങളും ഒക്കെ നടത്തിയവരാണ് ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില $100 താഴെ നിൽക്കെ 112 രൂപ കൊടുക്കണം പെട്രോൾ കിട്ടാനെന്ന്, അതുപോലെ തന്നെ 100-110 രൂപ കൊടുക്കാതെ ഡീസൽ കിട്ടില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ ഭാഗമായാണ് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചത്. ആ സംഘർഷം നാളെ അയഞ്ഞാൽ സ്വാഭാവികമായും ക്രൂഡ് ഓയിലിൻ്റെ വില, ഇന്ത്യയിൽ എത്തുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് ഗണ്യമായി കുറയുകയും അത് $60-70 താഴുകയും ചെയ്യും. എന്നാൽ ഈ കൂട്ടിയ വില ഒരു കാരണവശാലും എണ്ണ കമ്പനികൾ കുറക്കുവാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ വരും കാലങ്ങളിലെല്ലാം ഈ ക്രൂഡ് ഓയിലിൻ്റെ വില എത്ര തന്നെ താണുപോയാലും ഈ വലിയ വില കൊടുത്ത് പെട്രോളും ഡീസലും വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ എത്തിച്ചേരും. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓട്ടോറിക്ഷ അടക്കമുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളിൽ ഈ പെട്രോളും ഡീസലും അടിച്ച് ഇന്ധനം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാവുകയും വ്യാപകമായ രീതിയിൽ ഡീസലിൻ്റെയൊക്കെ വില വർധനവ് വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് വൈകുന്നേരം ഇതുപോലുള്ള പ്രതിഷേധ പരിപാടികൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പേരിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ഇന്ന് കേവലം 95-100 രൂപ ഡോളറിൽ എത്തി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ അതുപോലെ തന്നെ രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 വട്ടം വില വർദ്ധിപ്പിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 ലിറ്റർ പെട്രോളിന് ഇന്ന് 7 രൂപ 13 പൈസയും അതോടൊപ്പം തന്നെ ഡീസലിന് 6 രൂപ 90 പൈസയിലടക്കം കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ തോതിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിച്ചപ്പോൾ പോലും വില വർദ്ധിപ്പിക്കാതിരുന്ന സർക്കാർ ആ തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടനെ ക്രൂഡ് ഓയിലിൻ്റെ വില 90-100 നിൽക്കുമ്പോഴാണ് അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊരുത്തപ്പെടുന്ന ജനങ്ങളുടെ മേലെ വീണ്ടും ഒരു ഇടുത്തി പോലെ ഇന്ധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ പാചകവാത ഗ്യാസിനും അതോടൊപ്പം തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ഗ്യാസിനൊക്കെ തന്നെ വില കുത്തനെ കൂട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ വീണ്ടും പട്ടിണിയിലേക്ക് തള്ളിവിടുക്കുന്ന സർക്കാരായി മാറിയിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് കേരളത്തിലെമ്പാടും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇത് ഒരു സൂചന സമരം മാത്രമാണ്. AICC ആഹ്വാനം ചെയ്തത് ഒരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സൂചന സമരം മാത്രമാണ്. അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, ഇന്ധനവില ഈ പെട്രോൾ ഡീസലിന് മാത്രമല്ല ഗ്യാസിനും ഒരു മാസം മുമ്പ് വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഗ്യാസിനും ഇതേപോലെ വില കൂട്ടി നമ്മൾ നിത്യേന പാചകം ചെയ്യുന്ന ഗ്യാസ്, അതുപോലെ എല്ലാ മേഖലകളിലും കേന്ദ്ര സർക്കാർ തീവെട്ടിക്കൊള്ള നടത്തുകയാണ്. അതിനെതിരായി ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ, കാരണം ഓട്ടോറിക്ഷകളായാലും ശരി മറ്റുള്ള വാഹനങ്ങളായാലും ശരി ആ വാഹനങ്ങളുടെ ജീവനക്കാരടക്കം അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ സമരം കേന്ദ്ര സർക്കാരിനെതിരായി നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആൾക്കാരെയും നമ്മളോട് കൂടെ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഇനിയും രേഖപ്പെടുത്തേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ചെയർമാൻ ഉൾപ്പെടെ ഭാരവാഹികൾ, പഞ്ചായത്ത് കേന്ദ്രമന്ത്രി റസിയ, പിന്നെ രേഷ്മ V. രാജു, രബീന ഉൾപ്പെടെയുള്ള മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാവരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി അറിയിച്ചുകൊണ്ട്
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.